fighting back. അപ്പോൾ യു കെയിൽ ഇരുന്ന് വരുന്ന അപ്ഡേറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാർ വെക്കുന്ന റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ്റിനോടാണ് ഈ റിക്വസ്റ്റ് വെക്കുന്നത്. കാരണം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഈ ഇമിഗ്രൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പം വെച്ചിരിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെൽ ഹോട്ടലിൽ നിന്നാണ് ഈ ഒരു അബ്യൂസ് ഉണ്ടായത്. 14 വയസ്സുള്ള കുട്ടിക്കാണ് ഈ ഒരു അബ്യൂസ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ബെൽ ഹോട്ടലിൽ താമസിക്കുന്ന ഈ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രതിഷേധം നടത്തിയ ആ ഹോട്ടലിൽ നിന്നുള്ള മുഴുവൻ ഇമിഗ്രന്റിനെയും ഡീപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവരുടെ ആവശ്യം. അത് ഗവൺമെന്റ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ആ ഒരു സംഭവത്തിൽ അന്ന് കുറച്ച് പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് കുറെ ഇംഗ്ലീഷുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ റിലീസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റും കൂടി വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഇംഗ്ലീഷുകാരെ ഈ ബന്ധപ്പെട്ട കുടിയേറ്റക്കാരുമായിട്ട് ഒന്ന് ചർച്ച നടത്താനോ സംസാരിക്കാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ സമ്മതിക്കുന്നില്ല. യു കെക്കുള്ളിൽ പുതിയൊരു റൂൾസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 26 ദിവസത്തേക്ക് ഒരു ഇമിഗ്രന്റ് ഹോട്ടലുകളുടെ ഫ്രണ്ടിലും ഈ ഇംഗ്ലീഷുകാർ പോയിട്ട് പ്രതിഷേധം നടത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം കൂടി ഇപ്പോൾ അവർ യു കെയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റൂൾസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നിയമം എന്ന് പറഞ്ഞാൽ പുതിയ നിയമമല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ 144 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യത്തില്ലേ, അതേപോലത്തെ ഒരു റൂൾസ് ലൈക്ക് 144 ലൈക്ക് റൂൾസ് ആണ് അവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് അതിന് പ്രത്യേകിച്ച് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാർ ഈ ഇമിഗ്രന്റ് ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ പോയിട്ട് പ്രതിഷേധം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പ്രതിഷേധം നടന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള സീനാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ചെറിയ രീതിയിലുള്ള അവിടെ ബ്രിട്ടീഷുകാർ വീണ്ടും വന്നിട്ട് പ്രതിഷേധം നടത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ കീർ സ്റ്റാർമറിന്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു വ്യക്തി ഈ ഇമിഗ്രന്റുകളെ കടത്തിക്കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയാളുടെ പേരിൽ ഇപ്പോൾ അലിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് യു കെക്കുള്ളിൽ കാര്യങ്ങൾ ഡെവലപ്പ് ആകുന്നത്. കാണിക്കുന്ന ഇതിനകത്ത് ഈ കീർ സ്റ്റാർമറിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മോർഗൻ സ്വീനി എന്ന് പറഞ്ഞ വ്യക്തി ഇത് സ്റ്റാർമറിന്റെ ചീഫ് ഓഫ് സ്റ്റാഫാണ്. ഇയാൾ ഈ ഒരു മൈഗ്രന്റിനെ കടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ പേര് ഇപ്പം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ തെളിവുമായിട്ട് ബന്ധപ്പെട്ട് സകല സാമഗ്രികളും ഇനി ഓപ്പോസിറ്റ് പാർട്ടികൾ സബ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും വളരെ വാലിഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ഈ ഒരു അലിഗേഷൻ ഉയർന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് കാണാം യു കെയിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. ആദ്യമേ ഞാൻ വീഡിയോ വെച്ചതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിഷേധം ശരിക്കും ഇപ്പം സർക്കാരിനെതിരെ തന്നെയാണ് ജനങ്ങൾ ഇപ്പം നിരത്തിലിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ പ്രധാനമായിട്ടും 3 പ്രൊട്ടസ്റ്റുകളാണ് നടന്നത്. അതിലൊന്ന് തുർക്കിയിൽ ഇസ്താൻബുളിൽ, 2 സിഡ്നി ഓസ്ട്രേലിയയിൽ, 3 ആദ്യമായിട്ട് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ്. പാലസ്തീനിയൻ അതോറിറ്റിയിൽപ്പെട്ട ആൾക്കാർ മൊത്തത്തിൽ ഇറങ്ങി വന്ന് പ്രൊട്ടസ്റ്റ് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ഗാസയ്ക്കുള്ളിൽ ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിലയിലാണ് പ്രൊട്ടസ്റ്റ്. ശരിക്കും ഗാസയ്ക്കുള്ളിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഗാസയ്ക്ക് നിരന്തരം എയ്ഡ് സപ്ലൈ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള ഉരുണ്ടുകളി. ഇതെല്ലാം തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. ഹമാസിന് സപ്പോർട്ട് നൽകാനും
പുറത്തുനിന്ന് ആഗോളതലത്തിൽ തന്നെ ഈ ഫ്രീ പാലസ്തീൻ അഥവാ ഗ്ലോബൽ ഇന്തിഫാദയുടെ ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ മൊത്തം ഫണ്ട് ഇറക്കി കളിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഫോറിൻ മിനിസ്റ്റർ സാർ ഗിഡിയോൻ UN-ൽ ഒരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗാസയിൽ ഇപ്പം നിലവിൽ ഈ ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ട് പട്ടിണിക്കിട്ടിരിക്കുന്ന ആ ദാബീദ് എന്ന് പറഞ്ഞ ആ ഒരു ബന്ദിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽസ് വിവരിച്ചത്. അപ്പോൾ എന്തായാലും UN-ലല്ല, ഇത് എവിടെ പോയി വിവരിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒക്ടോബർ 7 നടന്ന ആക്രമണം ഒന്നുമല്ല എന്ന് ആക്കി തീർക്കുകയും അതുപോലെ തന്നെ നിരന്തരമായിട്ട് അന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ ഇന്നും തന്നെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ കൈയടക്കി വച്ചിരിക്കുന്ന ഹമാസിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള പരാമർശങ്ങളും പരാമർശിക്കാതെ പോകുന്ന യുണൈറ്റഡ് നേഷൻസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഗ്ലോബൽ ഇന്തിഫാദ സംഘടനകളുമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് അടിച്ച് തൂത്ത് പറക്കി കളയുക എന്നുള്ളതാണ്. ഇനി അതായിരിക്കണം ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിലും പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. والعالم كله في سبات غزة لنقول لهم بأننا نحن أبناء وطن واحد. شو الغاصب بنهده وحط الدية عالدية ووحدتنا وطنية. This has to stop. The hunger has to stop. We're in the 21st century and this cannot continue. And the world need to listen to us. നടന്നത് ആദ്യമേ തുർക്കിയിൽ നടന്ന വീഡിയോ പങ്കുവയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുർക്കിയിൽ നടന്ന പ്രൊട്ടസ്റ്റാണ്. അതിൽ അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അമേരിക്കയും അവർ എതിർത്ത് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇസ്രായേലിയും അവർ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പഴയ തലമുറ, ഇതൊക്കെ പഴഞ്ചനായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ഈ യങ്സ്റ്റേഴ്സിന്റെ പ്രൊട്ടസ്റ്റിലൊന്നും ഇറങ്ങി വരാത്ത ആൾക്കാരാണ്. അത് പ്രത്യേക ചില സംഘടനാ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ പ്രൊട്ടസ്റ്റിന്റെ പുറകിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Vicdanı ayakta ve biz de adalet ve insani vicdan arayışı içinde Amerika'nın bu zulmünü bizatihi Amerikan konsolosluğu önünde Amerika'yı protesto ederek kınamak için buraya geldik. O gelirken sizden bir şey rica ediyorum. Benim sesimi bırakanlar kendilerine hiçbir zarar veremeyecek. ഇത് ശരിക്കും സിഡ്നിയിൽ ഇന്നലെ നടത്തിയ പ്രൊട്ടസ്റ്റാണ്. സിഡ്നി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ ആ സിഡ്നി ബ്രിഡ്ജ് മൊത്തത്തിൽ നിറഞ്ഞു കവിയുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത്. അതുപോലെ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഇസ്രായേലിനെതിരെ തന്നെയാണ് നടന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്ത് രീതിയിൽ പല പ്രതിഷേധങ്ങൾ അതിശക്തമായിട്ട് തന്നെ, അതായത് ഹമാസ് തോൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ സറണ്ടർ എന്നുള്ള ഒരു വാർത്ത വന്നതിന് ശേഷം പടപടയെന്നാണ് ചടകുടഞ്ഞെണ്ണീറ്റ് ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എത്ര ആൾക്കാർ സൈലൻ്റ് ആയിട്ട് ഇസ്രായേലിൻ്റെ തോൽവി, അതായത് യഹൂദനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്താഗതിയിൽ കിടന്നുറങ്ങുന്നു. ഇതെല്ലാം തന്നെ ഇതിനെയാണ് നമ്മൾ ഈ ഉറക്കത്തിൽ കിടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ ഉണർന്നു വന്നിരിക്കുകയാണ്.
അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എവിടെയൊക്കെ തീവ്രവാദമുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല രൂപത്തിലും പല സാഹചര്യത്തിലും പതുങ്ങി ഉറങ്ങി സ്ലീപ്പർ സെല്ലുകളായിട്ട് കിടക്കുന്നതാണ് ഈ തീവ്രവാദം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഒരു ജിഹാദ് അത് നടത്തുന്ന ആൾക്കാർ. ഉറക്കത്തിലും അവരിത് നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ ഒറ്റൊരുത്തൻ പോലും ആ എല്ലും തോലുമായിട്ടിരിക്കുന്ന ആ ഒരു ബന്ദിയെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. നോക്കണമല്ലോ, തികച്ചും മറ്റത് ജനറ്റിക്കൽ ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാരുടെ പിക്ചർ വരെ എടുത്തുകൊണ്ട് പോയി യുണൈറ്റഡ് നേഷൻസിൽ വെച്ച് അവർ അത് പട്ടിണിയാണ് എന്ന് വരുത്തി തീർക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ പട്ടിണിക്കിട്ടിരിക്കുന്ന ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായി, 600-ലധികം ദിവസങ്ങൾ, 650-ലധികം ദിവസങ്ങളായി ഈ ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഇതാണ് നിലവിലെ ഒരു യാഥാർത്ഥ്യം. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ക്രൂരമായിട്ട് ബന്ദികളുടെ അടുത്ത് പെരുമാറിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.